നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഇന്ന് വിചാരണ കോടതി CBIയുടെ പ്രത്യേക കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ കേസ് രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസ് ആയതിനുള്ള പ്രധാനപ്പെട്ട കാരണം പി ജയരാജനും TV രാജേഷും ഈ കേസിലെ പ്രതികളാണ് എന്നുള്ളതാണ്. ഈ രണ്ട് പേർക്കെതിരെയും കൊലപാതകം, ഗൂഢാലോചന കുറ്റം എന്നിവയാണ് CBI ചുമത്തിയിരിക്കുന്നത്. ആ വിചാരണ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് വിടുതൽ ഹർജി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിച്ചത്. പക്ഷേ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിടുതൽ ഹർജി സ്വീകരിക്കാൻ കോടതി തയ്യാറല്ല, അവർ വിചാരണ നേരിടണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 2012 ഒരു കൊലപാതകമാണ്. 12 വർഷം കഴിഞ്ഞും ഈ കേസിൽ വിചാരണ ആരംഭിച്ചിട്ടില്ല. വളരെ രാഷ്ട്രീയമായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഇപ്പോഴും അത് ഇത്തരം ഓരോ കോടതിയുടെ ഇടപെടലുണ്ടാകുമ്പോഴൊക്കെ അത് വീണ്ടും ചർച്ചയാകുന്നൊരു കേസ് കൂടിയാണ്. ഇതിൽ ഗൂഢാലോചന ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്നത്തെ ആ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ അതിന് CBI ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. CPM ഇപ്പോഴും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണോ? ഇതിൽ എനിക്കൊന്ന് പറഞ്ഞതിനകത്ത് കൊലപാതകം വരുന്നില്ല. ഇവർക്കെതിരായിട്ടുള്ള കുറ്റത്തിൽ ഗൂഢാലോചനയാണ് രണ്ടുപേർക്കും വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഗൂഢാലോചനയാണെങ്കിലും സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കാണാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അതിലും ഉപരിയായിട്ടുള്ള ഒരുപാട് ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായിട്ടുള്ള സംഗതികൾ നടന്നിട്ടുള്ള ഒരു കേസാണിത്, അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധത്തിൽ ഗൂഢാലോചനയുണ്ട്, പക്ഷെ അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ലബീസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അരിയിൽ ഷുക്കൂർ വധക്കേസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചരിത്രത്തിൽ തന്നെ അത് ഓർമ്മിക്കപ്പെടുന്നത് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ ആക്രമിച്ചു എന്ന പേരിൽ അയാളെ പിടിച്ച് കെട്ടിയിട്ട് വിചാരണ നടത്തി, ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നു എന്നുള്ളതാണ്. ആ നിലയിലാണ് അതിന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. ആ കേസ് അത്രയും ക്രൂരമായും അത്രയും മനസാക്ഷിയില്ലാതെയുമാണ് പെരുമാറിയത്. മാത്രമല്ല, ഇയാൾ എന്തിനാണ് അരിയിൽ ഷുക്കൂറിനെ ഒരു പ്രതികാരത്തിന് വിധേയനാക്കുന്നത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു ധാരണയും ഇല്ലതാനും എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത്. ഇപ്പോൾ അവിടെ രാഷ്ട്രീയ സംഘർഷമുണ്ടായ പ്രദേശത്തേക്ക് പി ജയരാജനും TV രാജേഷനും ഒക്കെ പോകുമ്പോൾ അവരെ ആക്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷമാണ്. ആ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു എന്ന് വരികയായിരുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് എന്ത് ഗൂഢാലോചന എന്ന് ചോദിക്കാവുന്ന ഒരു സംഗതി ഉണ്ടാകുമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല. അതിനുശേഷം ഇവർ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം ആ ഹോസ്പിറ്റലിൽ കണ്ട, ഇപ്പോൾ 28 മുതൽ 31 വരെ പ്രതികളാണ്. ഹോസ്പിറ്റലിൽ ഇവരോടൊപ്പം കണ്ട അതേ പ്രതികളെ കൊലപാതക സ്ഥലത്തും കണ്ടു എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഈ അലിബി തെളിയിക്കുന്നതിനുള്ള ഒരു ഏറ്റവും ഗംഭീരമായ ഒരു തെളിവായിട്ട് CBI കാണിക്കുന്നത്. അതിനെ നിഷേധിക്കാനോ അതിനെ തള്ളിക്കളയാനോ അത്ര എളുപ്പമല്ല. ഹോസ്പിറ്റലിൽ ജയരാജനും TV രാജേഷിനും ഒപ്പം ഉണ്ടായിരുന്നവർ കൊലപാതക സ്ഥലത്തും ഉണ്ടായി എന്നുള്ളതാണ്. അതാണല്ലോ ഇപ്പോൾ കുഞ്ഞനന്തനായാലും മറ്റേതിനകത്ത് ഈ പൂക്കടയിൽ കുഞ്ഞനന്തൻ ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ള ചോദ്യമാണല്ലോ എന്ന് വലിയ ചർച്ചയായത് TP കേസിൽ. പക്ഷേ ഇതിൽ അവരവിടെ ഉണ്ടായിരുന്നു തെളിഞ്ഞിട്ടുള്ളതാണ്. ആ തെളിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു വിടുതൽ ഹർജിയുമായി പോകാൻ പാടില്ലാത്തൊരു കേസാണ് ഇതെന്നാണ് ഞാൻ പറഞ്ഞത്. പി ജയരാജനായാലും TV രാജേഷ് ആയാലും. കാരണം അവർക്കെതിരെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ വിചാരണ നേരിട്ടുകൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള സീനിയർ നേതാക്കളാണവർ. അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒട്ടും ഉണ്ടായിട്ടുമില്ല. ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന നിലയിൽ, ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, പങ്കില്ല എന്ന നിലയിൽ വാദിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമേ ആയിരുന്നില്ല അതിനകത്ത്. എന്തായാലും അത് അവകാശം എന്ന നിലയിൽ അവരത് ചെയ്തു. അത് തള്ളിപ്പോയി. ഇനിയിപ്പോൾ അത് അവർ വിചാരണ നേരിടുന്നു. ശരിക്കും കോടതിയിൽ പോയി, CBI കോടതിയിൽ CBI കുറ്റപത്രത്തിൽ അവർക്കെതിരെ ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ നിഷേധിച്ച് ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് തന്നെ വരികയാണ്. അതിൽ CPM എന്ത് നിലപാടെടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് CPM അക്കാര്യത്തിൽ ഇനി ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ എത്ര ശ്രമിച്ചാലും സാധിക്കില്ലാത്തൊരു നിലയിലായിരിക്കാം. പക്ഷേ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അത്ര വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ പി ജയരാജന് CPM നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തം നിലക്ക് അത് ഡിഫെൻഡ് ചെയ്യാനുള്ള മുഴുവൻ സാധ്യതയും നൽകിയിട്ടുണ്ട്. പക്ഷേ പാർട്ടി എന്ന നിലയിൽ എത്രയുണ്ട് ഈ നേരത്തെ ജയരാജനെ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം. കാരണം ഈ അരിയിൽ ഷുക്കൂറിൻ്റെ സഹോദരൻ തന്നെ ദാവൂദ് പറയുന്നുണ്ട്,
പാർട്ടി ഇപ്പോൾ പിന്നെ പി ജയരാജനെ വേണ്ടത്ര ഗൗനിക്കാത്തതോ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെ അരിയിൽ ഷുക്കൂർ വധക്കേസുമായിട്ട് ബന്ധം ജയരാജനുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല, പല കാരണങ്ങളും നമ്മൾ പല രീതിയിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുള്ളത് നൗഫൽ, ഇപ്പോൾ ഇദ്ദേഹം പല സന്ദർഭങ്ങളിലും ഇപ്പോൾ ഈ ക്രിമിനൽ കേസുകൾ ഉണ്ടാവുന്ന അവിടെ കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, സംഘർഷങ്ങൾ വരുന്നു. ഈ സമയത്തൊക്കെ പി ജയരാജൻ നടത്തിയതുപോലുള്ള എന്താ പറയുക വഴിതിരിച്ചുവിടൽ പ്രസ്താവനകൾ വേറെ ആരും നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിന് സഹായകമായ എന്തെങ്കിലും കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടി.പി. ചന്ദ്രശേഖരൻ വധം നടന്നതിൻ്റെ പിറ്റേ ദിവസം അതോ അതിൻ്റെ അടുത്ത ദിവസം ആ ഭാഗത്ത് എങ്ങോണ്ട് പിന്നെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പോയിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇതിന് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന് പ്രസ്താവന ഇറക്കിയ ആളാണ് പി ജയരാജൻ. അത് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ വരെ പ്രസ്താവന ഇറക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് അയാൾ പിന്നെ ഞാൻ ഇതിലകത്ത് വിചാരണ നേരിടേണ്ടതില്ല, എനിക്കിതിനകത്ത് പങ്കില്ല എന്ന നിലയിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരാളല്ല. അത് ഇപ്പോൾ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹത്തിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് അദ്ദേഹം പിന്നെ നിയമപരമായി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെ തന്നെ തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണത്തിന് നിയമപരമായി അത് വിചാരണയാണെങ്കിൽ വിചാരണ, അത് കഴിഞ്ഞ് തെളിയിക്കപ്പെടുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരാളാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വിടുതൽ ഹർജി എന്ന് പറഞ്ഞാൽ അവകാശമായിരിക്കാം, പക്ഷേ ആ അവകാശം പിന്നെ ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഓടിപ്പോകേണ്ട ഒരാളല്ല പി ജയരാജൻ. സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു നേതാവാണ്. അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ട്. അരിയിൽ ഷുക്കൂർ പിന്നെ കൊലപാതകം, അരിയിൽ ഷുക്കൂറിനെ കൊന്ന ആളുകൾ മാത്രമല്ല അതിന് പ്രേരണ നൽകുകയോ ഗൂഢാലോചന നടത്തുകയോ ചെയ്ത ആളുകൾ പോലും അതിനകത്ത് പെടേണ്ടതാണ്. അത് പുതിയ കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ നമ്മൾ കാണുന്നത് കേവലം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആകസ്മികമായി ഉണ്ടാകുന്നതായിട്ട് മാത്രമല്ല, അത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൂടി ഉണ്ടാകുന്നത് തന്നെയാണ്. അതിൽ നിന്ന് ഒരു ഒഴിവും പി ജയരാജനോ ടി വി രാജേഷിനോ CPM-നാകെയോ നൽകാൻ കഴിയില്ല. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നീട് കോടതിയുടെ ഇടപെടൽ കാരണമാണ് ഇത് CBI-യിലേക്ക് എത്തിയത്. അപ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയത് എന്ന് CBI പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള വിടുതൽ ഹർജിയുമായി പോകുമ്പോഴും ഈ രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒരു വിടുതലും അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പി ജയരാജൻ എന്ത് പ്രതിരോധമാണ് ഇനി തീർക്കുക? അല്ല, പി ജയരാജൻ അങ്ങനെ ഒരു ഫലപ്രദമായ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു കേസല്ല ഇതെന്ന് നമുക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം നൗഫൽ നോക്കൂ, അതായത് ഈ കൊലപാതകം നടത്തിയത് ആരാണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു TV ചാനൽ ചർച്ചയിൽ AN ഷംസീർ, തലശ്ശേരി MLA, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് CPIM-കാർ ഇതിൽ പങ്കാളികളല്ല, CPM ഇതിൽ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതിൽ പക്ഷേ നേതൃതല ഗൂഢാലോചന ആരോപിക്കാൻ വരരുതെന്നാണ്. എന്ന് വെച്ചാൽ CPM-ന് പോലും ഞങ്ങളുടെ ആളുകളല്ല ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്ന അഭിപ്രായം ശരിക്കുമില്ല. CPM-കാർ തന്നെ പലതരത്തിൽ CPM ഇൻവോൾവ് ആയിട്ടുള്ള കേസാണ് എന്ന് സമ്മതിച്ചിട്ടുള്ള ഒന്നാണ്. ഒന്നാമത്തെ ഫാക്ടർ അതാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് കണ്ണൂരിൽ നടന്നിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും സംരക്ഷണവും ഇല്ലാതെ ഒരു കൊലപാതകവും നടക്കില്ല എന്നാണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ RSS-ഉം നമ്മളും തമ്മിൽ ഇനി ഒരു സംഘർഷം വേണ്ട, കൊലപാതക രാഷ്ട്രീയം വേണ്ട എന്ന് CPM-ഉം RSS-ഉം പരസ്പരം തീരുമാനിക്കുന്നു. ആരാ തീരുമാനിക്കുന്നത്? നേതൃതലത്തിൽ ശ്രീ M-ൻ്റെ മധ്യസ്ഥതയിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു. ആ നേതൃതലത്തിൽ ആ തീരുമാനം ഉണ്ടായതിന് ശേഷം പിന്നെ ഒരു അക്രമവും ഇവർ രണ്ടുപേർക്കുമിടയിൽ, പിന്നെ അവർ ഷുക്കൂറിനെ കൊന്നു, ഷായിബിനെ കൊന്നു, കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും കൊല്ലുന്നുണ്ട്. RSS-കാരെ അങ്ങോട്ടോ RSS-കാർ ഇവരെയോ കൊല്ലുന്ന പരിപാടി അവസാനിച്ചു. ആരാ തീരുമാനം ഉണ്ടാക്കിയത്? നേതൃതലത്തിലെ തീരുമാനമാണ്. പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരിൽ നിന്നുണ്ടാക്കിയ തീരുമാനമാണ്. താഴെത്തട്ടിൽ നിന്ന് ഒരു അബദ്ധവും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ താഴെത്തട്ടിൽ നടക്കണമെങ്കിൽ മേൽത്തട്ടിൻ്റെ സമ്മതവും സംരക്ഷണവും വേണം. താഴെത്തട്ടിൽ നടന്നിട്ടുള്ള എല്ലാ ഏർപ്പാടുകളെയും ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതൃതല ഗൂഢാലോചന ഉണ്ടായിട്ടില്ല, നേതൃത്വത്തിന് ബന്ധമില്ല എന്ന് പറയുമ്പോഴും ചന്ദ്രശേഖരൻ വധക്കേസിലെ A to Z കാര്യങ്ങൾ എടുത്ത് നോക്കൂ, മൊത്തം നേതൃതലത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പെരിയയിലെ ഇരട്ടക്കൊലക്കേസ് എടുത്ത് നോക്കിയാൽ പോലും അതിൽ ലോക്കൽ പാർട്ടിക്ക് മാത്രമേ ബന്ധമുള്ളൂ എന്ന് പറയുമ്പോഴും ആ കേസിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയത് ലക്ഷോപലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ നേതൃത്വത്തിൻ്റെ സംരക്ഷണ കവചമില്ലാതെ ഒരു പാർട്ടിക്കാരനും ഒരാളെയും കൊല്ലാൻ ഇറങ്ങിത്തിരിക്കില്ല എന്നതാണ് കണ്ണൂരിൻ്റെ ചരിത്ര വർത്തമാന പാഠം. അതവിടെ നിൽക്കേ വേണം നമ്മൾ ഈ കേസിനെ കാണാൻ. ഈ കേസ് എന്താണ്? 2012 അരിയിൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഡോമിനേഷനുള്ള ഒരു സ്ഥലത്തൊരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിൽ CPM-മാർക്ക് പരിക്കേൽക്കുന്നു. ആ സ്ഥലം സന്ദർശിക്കാൻ TV രാജേഷും P ജയരാജനും അന്നത്തെ ജില്ലാ സെക്രട്ടറിയും കൂടി അവിടെ പോകുന്നു. വന്നിരിക്കുന്ന ഇവരാണെന്ന് അറിഞ്ഞിട്ട് സംഘർഷത്തിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത അവിടെ രൂപപ്പെടുന്നു.
ആ രൂപപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ശരിയാണ് പി ജയരാജൻ കയ്യേറ്റം ചെയ്യപ്പെടുക, അദ്ദേഹത്തിൻ്റെ കോളറിന് പിടിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് അന്നത്തെ വാർത്ത. അങ്ങനെ തലശ്ശേരി ഹോസ്പിറ്റലിൽ പോയി ഒരു അഡ്മിറ്റ് ആവുന്നു. അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ ഈ വാർഡ് റൂമിനകത്തൊരു ഡിസ്കഷൻ നടക്കുന്നു. ആ ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്ന് പങ്കെടുത്ത ലോക്കൽ സെക്രട്ടറി അടക്കം തിരിച്ച് വീണ്ടും പോയിട്ടാണ് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്ത് മൊബൈൽ ഫോൺ വഴിയുള്ള സന്ദേശങ്ങൾ വഴിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അരിയിൽ ഷുക്കൂറിനെ കൊന്നതാണ്. അരിയിൽ ഷുക്കൂർ ആ സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്ന ഒരാൾ, MSF നേതാവ്, പിന്നീട് ഈ സംഭവം അറിഞ്ഞ് അവിടെ വരികയും അവരെ CPM-മാർ ഓടിച്ചിട്ട് പിടിക്കുന്നു. ഒരു വീട്ടിനകത്ത് ഇവർ അഭയം തേടുന്നു. അഭയം തേടുന്ന ആളെ കതക് ചവിട്ടി പൊളിച്ച്, വീട്ടുടമ സമ്മതിച്ചില്ല അകത്ത് കയറാൻ. ഹോസ്പിറ്റലിൻ്റെ പേര് തെറ്റിയിരുന്നു, തളിപ്പറമ്പ് ഹോസ്പിറ്റൽ. തളിപ്പറമ്പ്, സോറി. അപ്പോൾ ഇതിനകത്ത് വീട്ടിനകത്ത് കയറുന്നു, പിടിച്ചിറക്കി കൊണ്ടുവന്ന് പാടത്തേക്ക് കൊണ്ടുവരുന്നു. 100-200 ആളുകൾ ഈ പാടത്തിന് ചുറ്റും, ഈ വയലിന് ചുറ്റും നോക്കി നിൽക്കുന്നു. അതിലൊരാളുടെ കണ്ണിന് ചവിട്ടി പരിക്കേൽപ്പിക്കുന്നു. അരിയിൽ ഷുക്കൂറിൻ്റെ ശരീരമാസകലം മൂർച്ചേറിയ ആയുധം കൊണ്ട് വരഞ്ഞ് ചോരയിൽ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അയാളെ ഓടിപ്പോയി കുത്തി കൊല്ലുകയാണ്. ഈ 2.5 മണിക്കൂർ സമയമെടുത്ത് പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ പൂർത്തിയാക്കി മൊബൈൽ ഫോണിൽ ചിത്രമെടുത്ത് അയച്ചടക്കമാണ് ഈ വിചാരണ പൂർത്തിയാക്കി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു, CBI പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ടെലിഫോൺ റെക്കോർഡ്സ് അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ്, ടവർ ലൊക്കേഷൻ പോലെയുള്ള ഇലക്ട്രോണിക്സ് എവിഡൻസ് കൂടി വെച്ചിട്ടാണ് പി ജയരാജൻ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ടെന്ന് CBI സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്രയും ഇലക്ട്രോണിക്സ് എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ് ഉള്ള ഒരു കേസിനകത്തു നിന്നാണ് തനിക്ക് വിടുതൽ വേണമെന്ന് പി ജയരാജൻ ആവശ്യപ്പെടുന്നത്. പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള വയലൻസ് കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള പരാതി CPM-നുണ്ട്. അത്തരം വയലൻസിൽ നമുക്ക് വിഡ്രോ ചെയ്യണം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വയലൻസിൽ നമുക്ക് പിന്നോട്ട് പോക്ക് ആവശ്യമുണ്ട്. വയലൻസിൻ്റെ രാഷ്ട്രീയം കൂടി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് CPM തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പി ജയരാജനെ മുഖ്യധാരയിൽ നിന്ന് പിൻവലിക്കുക പോലും ചെയ്യുന്നത്. അദ്ദേഹം വടകരയിൽ തോറ്റതിന് ശേഷം തിരിച്ചദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തില്ലല്ലോ. അതിന് കാരണം പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന കുറേ ഒരു ക്രിമിനൽ സംഘാംഗങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പം ഈ സ്വർണ്ണ പൊട്ടിക്കലൊക്കെ ആയിട്ട് ഇപ്പം രംഗത്തുള്ള ക്രിമിനൽ പ്രവർത്തനം അവസാനിക്കുകയും പാർട്ടി സംരക്ഷണം കിട്ടാതാവുകയും ചെയ്തതോടെ അതിജീവനത്തിന് വേണ്ടി ഇപ്പം തെരുവിലിറങ്ങി വേറെ കൊട്ടേഷൻ പണിയെടുക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ സംരക്ഷണ കേന്ദ്രം എവിടെയായിരുന്നു? കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവർക്ക് കയറി ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ആര് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്? അപ്പോൾ പി ജയരാജൻ അനുവർത്തിച്ചു പോകുന്ന ഒരു സമീപന രേഖ എന്തായിരുന്നു പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും ഈ കേസിനകത്ത് നിന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പി ജയരാജനെ ഒരു വിടുതൽ കൊടുക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് കോടതി അതിനകത്തൊരു ശരിയായ പൊസിഷൻ എടുത്തുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, നേരെ സാർ പറഞ്ഞ പോലെ വിചാരണ പൂർത്തിയാവട്ടെ, തങ്ങൾക്ക് പറയാനുള്ളത് പറയട്ടെ, പറഞ്ഞതിന് ശേഷം കോടതി അത് കേൾക്കട്ടെ. ഇതിനെക്കുറിച്ച് കുറേ അധികം വിവാദങ്ങളുണ്ട്. ഹരീന്ദ്രൻ എന്ന് പറയുന്ന പഴയ CMP നേതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വന്ന ഓർമ്മയുണ്ടാവും. മുസ്ലിം ലീഗിനകത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ധിക്ക് ശ്രമിച്ചു എന്നുള്ള വലിയ ആരോപണവും വലിയ വിവാദവും വേറെയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പ്രോപ്പർ വിചാരണ പൂർത്തിയാവുകയും അതിനകത്ത് നേതൃതല ഗൂഢാലോചന എപ്പോഴത്തെയും നമ്മൾ കാണുന്ന ഈ പറയുന്ന കണ്ണൂരിലെ അടക്കമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എപ്പോഴത്തെയും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ശാപവശം ഇതിൻ്റെ പിന്നിൽ പണിയെടുത്ത ആൾക്കാർ പിടിക്കപ്പെടുന്നില്ലുള്ളതാണ്. ഈ കേസിലെങ്കിലും അതിനകത്തൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിൽ ഈ പറഞ്ഞത് മാത്രമല്ല, ഒരു തവണ BRM ഷഫീർ നടത്തിയ ഒരു പ്രസംഗം വലിയ പ്രശ്നമായല്ലോ. സുധാകരൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് പ്രതി ചേർത്തത് എന്ന രീതിയിൽ പ്രസംഗം നടത്തി. പിന്നീട് ഷഫീർ അത് വേറെ രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല എന്നൊക്കെ പറഞ്ഞ് മാറി. ആ സമയത്ത് ജയരാജൻ അതും പറഞ്ഞു വീണ്ടും പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടന്നു. പക്ഷേ ഫൈനലി ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, അങ്ങനെയുള്ള പി ജയരാജൻ ഇപ്പോൾ മുസ്ലിം യുവാക്കൾ രാഷ്ട്രീയ ഇസ്ലാമിലേക്ക് വഴിമാറുന്നു എന്ന് വേവലാതിപ്പെടുന്ന പുസ്തകമിറക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത് എന്നുകൂടി നമ്മൾ ഓർക്കുക.